മലപ്പുറം RTO ഓഫീസിൽ ബസ് ഉടമകളുടെ പ്രതിഷേധം. പുതിയ ബസ്സിന് സമയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. സമയക്രമം പാലിക്കാതെ പുതിയ ബസ്സിന് സമയം അനുവദിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ബസ് ഉടമകൾ പരാതി പറയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചെയ്യുന്ന വിവരങ്ങളുമായി. ഗോകുൽ, ഈ പുതിയ ബസ് ആരുടെ ബസ്സാണ്, എന്തുകൊണ്ട് അതിന് അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഉടമകളുടെ പരാതി. അശ്വി, 11 മണിക്കാണ് ഇത്തരത്തിൽ ഈ ടൈമിംഗ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം RTOയും പ്രദേശത്തെ ബസ് ഉടമകളും തമ്മിൽ ചേർന്നിട്ടുള്ളത്. ഇത് ചില ദിവസങ്ങളൊക്കെ നടക്കാറുള്ളതാണ്. പുതിയ പെർമിറ്റുകളുടെ അപേക്ഷ വരുന്നു, ആ ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്നു, അതിന് റൂട്ട് അനുവദിക്കുന്ന സമയത്ത് പുതിയ ബസ് ഏത് റൂട്ടിലാണോ ഓടുന്നത് ആ റൂട്ടിൽ ഓടുന്ന മറ്റു വാഹന ഉടമകൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സൗകര്യം സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇത്തരത്തിൽ ടൈമിംഗ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ആരംഭിച്ചത്. ആ സമയത്ത് പൂക്കോട്ടുംപാടം, കാളികാവ്, പെരിന്തൽമണ്ണ, മഞ്ചേരി റൂട്ടിലോടുന്ന പുതിയൊരു ബസ്, ആ ബസ്സിന് സമയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ മുനിസിപ്പാലിറ്റി പരിധിയിൽ 2 ബസ്സുകൾ തമ്മിൽ 5 മിനിറ്റിന്റെയും പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ അത് 10 മിനിറ്റിന്റെയും ഇടവേളകൾ, ഗ്യാപ്പ് 2 ബസ്സുകൾ തമ്മിൽ ഉണ്ടാകണമെന്നാണ് നിയമം. ആ നിയമം പാലിച്ചല്ല ബസ്സിന് സമയം അനുവദിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ് ബസ് ഉടമകൾ പ്രതിഷേധത്തിനൊരുക്കിയത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴെന്തായാലും ആ മീറ്റിംഗ് മാറ്റിവെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ കേൾക്കും. അതായത് ബസ് ഉടമകൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഒബ്ജക്ഷൻ പറയാനുണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ മുഴുവൻ കേട്ടതിനു ശേഷമായിരിക്കും സമയം കൊടുക്കുക, ആ പുതിയ ബസ്സിന് സമയക്രമീകരണം നടത്തുക എന്നാണ് ഇപ്പോൾ RTOയുമായി നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്ഷൻ മുഴുവൻ കേൾക്കാതെ എന്തായാലും സമയം കൊടുക്കില്ല. പക്ഷേ ഈ ബസ് ഉടമകൾ പറയുന്നത് നേരത്തെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഇതത് നീണ്ടുപോവുകയാണ്. ഇന്നും ഈ ബസ്സിന് സമയം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാതെ വരികയാണ്. അത് മറ്റു താല്പര്യത്തിന്റെ പുറത്താണ് എന്ന് ബസ് ഉടമകൾ പറയുന്നു. അതേസമയം RTO പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലെയും പഞ്ചായത്തിലെയും സമയക്രമീകരണം മാത്രം നോക്കിയാൽ മതി, പിന്നീട് പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള സമയക്രമീകരണം നോക്കേണ്ടതില്ല എന്നാണ്. ഈ ബസ്സുകളുടെയൊക്കെ എണ്ണം കൂടി വരികയും മത്സരോട്ടം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ഇന്ന് ആ ബസ്സിന് സമയം അനുവദിച്ചിട്ടില്ല. ബാക്കിയുള്ള ബസ് ഉടമകളുടെ മുഴുവൻ ആളുകളുടെയും ഒബ്ജക്ഷൻ കേട്ടതിനു ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് മലപ്പുറം RTO അറിയിച്ചിട്ടുള്ളത്. ആഷ്മി, ഗോകുലിന്റെ പിന്നിൽ ഒരു പൊതുമുതൽ ആകെ പൊടി പിടിച്ച് നാശകോശമായി കിടക്കുന്നല്ലോ. അത് ഉപയോഗശൂന്യമായ MVD വാഹനമാണോ? തിരിഞ്ഞു നോക്കി, ഇപ്പുറത്ത് ഉപയോഗശൂന്യമായ MVD വാഹനമാണോ? ഞാനത് ഇപ്പോഴാ കണ്ടതെന്ന് ആയിരിക്കുമല്ലേ? ഇതിനകത്ത് ഒരുപാടുണ്ട്. നേരത്തെ നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തൊക്കെയാണ് പൊതുജനമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അനവധിയായിട്ട് വേറെയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗത്തിൽ കളക്ടറേറ്റാണിത്. ഇതിന്റെ പല മേഖലകളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരുപാട് കണ്ടുകിട്ടാൻ നമുക്ക് ഇനിയുണ്ട്. കാശ്മീർ, ഓക്കെ. അപ്പോൾ അത് MVDയുടെ ഒരു വാഹനമാണ്. അതിന്റെ വൈപ്പറിലൊക്കെ ഒക്കെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇനി അത് ചിലപ്പോൾ കണ്ടം ചെയ്യാനൊക്കെ വെച്ച് മാറ്റി വെച്ചേക്കുന്ന വണ്ടിയായിരിക്കും. അത് അല്ലെന്നുണ്ടെങ്കിൽ അത് പണിഞ്ഞെടുക്കട്ടെ. പുതിയ നമ്മുടെ പൈസ. അതെ, അത് മാത്രമല്ല, രാവിലെ ഒരു വാർത്ത വന്നിരുന്നല്ലോ, ഇതുപോലെ വഴിയിലുള്ള ഒരു വണ്ടി എടുത്ത് വിറ്റ ഒരു വാർത്ത വന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.